ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി, എന്റെ അനുവാദമില്ലാതെ അവളെ ഇവിടുന്ന് പുറത്തു വിടരുതെന്ന്. നീ നിന്റെ മോളെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണോടി? മഹിയുടെ കയ്യിലുള്ള പണം കണ്ട് നീ അവൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കുകയാണോന്ന്? ആണോടി? എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നിന്റെ അനിയൻ എവിടെ പോയെന്ന് നിനക്കറിയാമോ? നിന്റെ അച്ഛൻ എവിടെയാണെന്ന് നിനക്കറിയാമോ? അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടവനാണ് നീ. അല്ലാതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്ന് കരുതി ഏതു നേരവും അവളുടെ അടുത്ത് അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കേണ്ടവനല്ല നീ. ഒരു ദിവസം ഞാൻ മാറി നിന്നപ്പോ ഇവിടെ ഇങ്ങനെ. അതിനെന്തിനാ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നേ? അച്ഛനും മഹിയും ഒരു സ്ഥലം നോക്കാൻ പോയത്. സ്ഥലം നോക്കാൻ വീട്ടിലെ ജോലിക്കാരെ കൊണ്ടാണോ പോകുന്നത്? അതോ ഇനി അവരുടെ പേരിലാണോ സ്ഥലം വാങ്ങുന്നത്? അച്ഛനും മഹിയും പോകാനിരുന്നതാ. അതിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അമ്മയ്ക്കറിയോ? അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തല്ലുന്നത് വലിയ പാപമാണെങ്കിൽ തല്ലണ്ട. ഈ സ്ത്രീയെ എന്റെ ഭാര്യയോട് മാപ്പ് പറയട്ടെ. ചിന്നുവിനെ പിടിച്ച് ഇവള് തള്ളിയപ്പോ സീതയ്ക്കത് ഇഷ്ടായില്ല. കൈവിട്ട് ചെയ്തു പോയതാ, ചെയ്തു പോകും. അങ്ങനെയായിരുന്നു അവളുടെ വർത്തമാനം. അതിന് ഇവന്റെ അമ്മയുടെ പ്രായമുള്ള സീതയെ കൊണ്ട് ഇവളുടെ കാലിവൻ പിടിപ്പിച്ചു. ഇതൊക്കെ കണ്ട് വല്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോ അവരോടൊപ്പം ചിന്നുവിനെയും കൊണ്ടുപോയി. അത്ര നിസ്സാരമാണോ അത്? നീലിമ ഇപ്പൊ പറഞ്ഞത് അംഗീകരിച്ചാലും മറ്റൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ചന്ദ്രലേഖ എവിടെയെന്ന ചോദ്യം. എന്താ, അവൾക്കും വലിയ മാനസിക വിഷമമായിരുന്നോ? ചിന്നുവിന് ഒരു കൂട്ടായി ചന്ദ്രമതിയോട് പോകാൻ പറഞ്ഞത് ഇവിടുത്തെ അമ്മയാ, ഭാനുമതി അമ്മ. ഓ, അതിലിപ്പോ എന്താ തെറ്റുന്ന അമ്മ എന്നോട് ചോദിച്ചത്. അമ്മയുടെ കണ്ണിലൂടെ നോക്കുമ്പോ മാത്രോ അത് ശരി. ആരും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിന്റെയും നിന്റെ മോളുടെയും അഴിഞ്ഞാട്ടമൊക്കെ ഈ വീടിന്റെ ഗേറ്റിന് പുറത്ത്. നീ ഇവളെ തല്ലിയെങ്കിൽ ഇവൾക്ക് ഭർത്താവുണ്ട്. ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ ഒന്നും അറിയുന്നില്ലെങ്കിലും അവൻ ഭാര്യയുടെ കാര്യമൊക്കെ അറിയുന്നുണ്ട്.